ഹലോ ഹലോ. ഓ എന്താ പറ്റി? ഈ ചോദ്യം പ്രതീക്ഷിച്ചേ. ഈ ചോദ്യത്തിനുള്ള സാധനമാണ് ഈ ഉത്തരം. ചോദ്യം പ്രതീക്ഷിച്ച ഇവിടെ ഇങ്ങനെ വന്നേക്കുന്നതന്നെ. ഞാൻ ഇവളും കൂടെ എൻ്റെ BP ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഇന്നലെ രാത്രി ഞങ്ങളുടെ സ്കൂട്ടറെല്ലാം കൂടെ പോയി. സ്കൂട്ടർ ചെറുതായിട്ടൊന്ന് ചരിഞ്ഞു വീണു. അപ്പോഴേ ആൾക്കാർ ഓടിക്കൂടി. ഞാനാണ് ഈ മുകളിൽ ഇവളുടെ അടിയിൽ എന്നെ വലിച്ചെടുത്ത് മാറ്റിയിട്ട് എവിടെയും പൊക്കി എടുത്തോണ്ട് ആശുപത്രി പോയിരിക്കുന്ന എല്ലാവരും കൂടെ. ഞാൻ അവിടെ മെഴുങ്ങസിയാന്ന് പറഞ്ഞ് നിൽക്കുന്നു. രണ്ടുപേരുടെയും കൈ ചെറുതായിട്ടൊന്ന് ഉരഞ്ഞു. ഞാൻ അവിടെ ഇങ്ങനെ എന്നിട്ട് അവസാനം തൊട്ടടുത്തൊരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കാണിച്ചു. അവരിച്ചിരി മരുന്നും തൂത്ത് വന്നു, ഒരു പ്ലാസ്റ്റർ ഇങ്ങനെ ഒട്ടിച്ചു തന്നു. ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അല്ല ഇവിടെയുള്ള ഇതാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് കൊണ്ടുപോയത്. അവിടെ ചെന്നപ്പോ എവള് പറഞ്ഞു ഇൻഷുറൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനൊന്നും അല്ലായിരുന്നു, മുഖം മാത്രമേ കാണത്തുള്ളായിരുന്നു. മൊത്തം ഞാൻ അഴിച്ചഴിച്ച് വരുവാ. അല്ല ആക്സിഡന്റ് കൂടുതൽ ഇവിടെയാണ്. എന്ന് തോന്നും. ഇതിനകത്തൊന്നും ഇല്ലെന്ന്. ഇത് കണ്ടോ, ഇൻഷുറൻസ് കിട്ടുമെന്ന് പറഞ്ഞപ്പോ ഊരടി. ഇത് ആരാണ്? ഇത് കണ്ടോ, കൈ കാണിച്ചോടി, കൈ കാണിച്ചു. ചെറിയ ഉള്ള സാധനം ഇതിനാ. നീ നേരെ നടന്ന്, നീ നേരെ നടന്ന്. അല്ല കുഴപ്പമുണ്ടോ? അതില്ല, കെട്ടില്ലാത്തോണ്ടാ. ഇവിടെ 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 ഇത്രയേ ഉള്ളു. എനിക്ക് അവിടെ ചെന്നപ്പോ സത്യം പറഞ്ഞാൽ ഒരു ഗുളിക പോലും തന്നില്ലെന്ന്. ഇത്രയേ ഉള്ളു. അയ്യോ, ഒരു കാര്യം മറന്നുപോയി. ഡോക്ടർ എനിക്ക് വേദനക്കുള്ള ഗുളിക എഴുതി തന്നിട്ടുണ്ടായിരുന്നു. അത് മേടിച്ചില്ല. ചീട്ട് മേടിച്ചു. ഞാൻ വാങ്ങിക്കാം. ഞാൻ വാങ്ങിച്ചോണ്ട് വന്നാ മതിയല്ലോ. കുഴപ്പമില്ല, ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. അല്ല, വണ്ടിയുടെ താക്കോലും ഉണ്ടോ? വേണ്ട, ഞാനേ ബസ്സിൽ പോവാ. ബസ്സിൽ എന്തിനാ ബസ്സിൽ പോണ? വണ്ടിയിൽ പോയാ പോരെ ചേട്ടാ. എടി ബസ്സിൽ പോകുന്നതാണ് സേഫ്. അങ്ങനെയാണെങ്കിൽ പ്രൈവറ്റ് ബസ്സിൽ പോയാ മതി. പ്രൈവറ്റ് ബസ്സിൽ പോകാൻ അല്ലാതെ നിങ്ങളെങ്ങനെ KSRTC ലോക്കൽ സർവീസിൽ കയറിയെന്ന് ഞാൻ അറിഞ്ഞ ഇവിടെ മറ്റേ കുട്ടികളെ കല്യാണം ഓടിക്കും ഞാൻ. താക്കോലും ഇതാണ് സേഫ്. ചീട്ട് പോയിട്ട് ഇപ്പൊ തന്നെ പോണോ? വൈകുന്നേരം കാണാൻ പോയാ പോരാ? എന്നാ എപ്പോഴേലും പോ. അതെ, നീ വന്ന് രാത്രി മൊത്തം അവിടെ ആയിരുന്നു. നേരം വെളുത്തി ഇങ്ങോട്ട് വന്നേ ഉള്ളു. സാധാരണ നേരം വെളുക്കുമ്പോ എനിക്ക് സംഭവം കിട്ടാറുണ്ടോ? അങ്ങനെ കിട്ടാറുള്ളതൊന്നും കിട്ടിയില്ല. അതല്ല പിന്നെന്തൊന്നാണ് സഹിച്ചേട്ടാ? പല്ലിച്ചില്ലല്ലേ? ബ്രഷ് മേടിച്ച് ഞാൻ എടുത്തോണ്ട് വരാൻ. നിങ്ങൾക്ക് എന്താന്ന് നിങ്ങൾ കാര്യം എന്റെ റൂട്ടിലേക്ക് വരുത്തണേ. ഈ മനഃപൂർവ്വം നീ മനസ്സിലായി. എന്റെ റൂട്ടിലേക്ക് വരത്തില്ല നീ. മനസ്സിലായി? എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഈ ടീച്ചറ് ഇളക്കം കൂടുതലും മനസ്സിലാവുന്നുണ്ട്. ഇളക്കം കൂടുതലെന്ന് പറയാൻ കാരണം നിങ്ങൾ എന്തിനാ അയലൊക്കത്തെ ആ ജനലിൽ കൂടെ ഒളിഞ്ഞിട്ട് നോക്കാൻ പോയത്? അയൽവക്കത്തെ ജനലിൽ കൂടെ ഒളിഞ്ഞു നോക്കിയതാ? ഞാനോ? അല്ല, ഞാൻ. നീയായിരുന്നു. പിന്നെ എന്റെ വെക്കിട്ട് എന്നെ തോന്നിയ കുത്തിയാൻ അങ്ങോട്ട് പൊട്ടിച്ചു കളഞ്ഞ. അതെന്താന്നറിയോ? അയലത്തെ ജനലിലൂടെ ഒളിഞ്ഞു നോക്കുമ്പോഴുള്ള വീട്ടിൽ ഇരിക്കുന്ന പെണ്ണിന്റെ സൗന്ദര്യം അറിയുന്നേ. അങ്ങനെ ചൊല്ലുണ്ട്. ഇത് നിന്നോട് ആരാ പറഞ്ഞേ? അപ്പുറത്ത് ആ ഭദ്രൻ ചേട്ടൻ എന്നോട് വന്നിട്ട് പറഞ്ഞില്ല ഇയാളെന്ത് 24 മണിക്കൂർ എന്റെ കൂടെ വന്നിട്ട് നോക്കിയിരിക്കണേന്ന്. ഭദ്രൻ നിന്നോട് അങ്ങനെ പറഞ്ഞു? അപ്പൊ 24 മണിക്കൂർ അവൻ ഇങ്ങോട്ട് നോക്കിയിരുന്നിട്ടായിരിക്കണമല്ലോ ഞാൻ അങ്ങോട്ട് നോക്കുന്നത് അവൻ കണ്ടത്. അപ്പൊ ആ 24 മണിക്കൂർ അവൻ ഇങ്ങോട്ട് എന്തിനാടി നോക്കിയിരുന്നത്? അവൻ എന്നെ അല്ലല്ലോ അങ്ങനെ നോക്കി. അപ്പൊ നിന്നെ അല്ലേ നോക്കിക്കൊണ്ടിരുന്നത്? നിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് 24 മണിക്കൂർ അവൻ. ഇല്ലാത്തത് പറയല്ലേ ചേട്ടാ, ഇല്ലാത്ത പറയല്ലേ. ഇല്ലാത്ത പറഞ്ഞപ്പോ വിഷം വന്നുണ്ടോ? അപ്പൊ ഇല്ലാത്ത പറഞ്ഞപ്പോ എനിക്ക് വിഷമം വരത്തില്ലയോ? അപ്പൊ മേലാൽ ഇമാതിരി വർത്താനം പറഞ്ഞ ചവിട്ടിയെടുത്ത് ഞാൻ പുറത്ത് കളയും. മേലാൽ ഇമാതിരി ആവശ്യമായിട്ട് വർത്താനം പറഞ്ഞാൽ ചവിട്ടിയെടുത്ത് ഞാൻ പുറത്ത് കളയുന്നു. അതൊന്നും കാണണമല്ല. എന്താന്ന് ചവിട്ടിയെടുത്ത് പുറത്തിട്ടെറിഞ്ഞ കൊള്ളനാണ്. പോ. പിന്നെ എന്റെ കൂട്ടുകാരൊക്കെ ചോദിക്കാൻ തുടങ്ങി വിശേഷമൊന്നുമില്ലേണ്ടല്ലോ. ഇനി പോണം വരുന്നു. വിഷു, സംക്രാന്തി, നസീർ. അതൊരു ഫ്ലോയിൽ അങ്ങ് വന്നു പോയാ. അല്ല, അവർക്ക് ട്രീറ്റ് കൊടുക്കണ്ടേ? കൊടുക്കാവല്ലോ. മിനിയായിരിക്കും. ഏത് നേരം വിളിച്ചോണ്ടിരിക്കും. ഭയങ്കര കഷ്ടമാണ് ഇവളെ കൊണ്ട്. എന്റെ കൂടെ +2 പഠിച്ചാണ്. മലയാളം മീഡിയം അല്ലല്ലോ പഠിച്ച, ഇംഗ്ലീഷ് മീഡിയം അല്ലേ. മലയാളത്തിന്റെ ABCD അറിയാൻ പാടില്ല. എന്നോട് ഇന്നലെ വിളിച്ചിട്ട് എന്താ വെച്ചാ, കണക്കിന് എത്ര കായുണ്ട്, കൊച്ചിച്ചന് എത്ര ചായ ഉണ്ട്. ഇതിപ്പോ കാലത്ത് വിളിച്ചിട്ടേക്കണേ താല്പര്യത്തിന് എത്ര പായ ഉണ്ടെന്ന്. താല്പര്യം ഉണ്ടെങ്കിൽ പാ പോലും വേണ്ടല്ലോ. എന്ത് തോന്നിയ അത്തരം വർത്താനം പറയണ? നിങ്ങൾക്ക് അല്ലേലും ഇപ്പൊ ഇത്തിരി താല്പര്യമൊക്കെ കൂടുതലാണ്. എന്നെ പൊട്ടിയാക്കാന്ന് വിചാരിക്കണ്ട ചേട്ടാ. മനസ്സിലായില്ല. ഞാൻ സൈക്കിളിന് ഒരു പരിധിയുണ്ട്. ഞാൻ കാണണ്ട് എന്നോ സുജാത വിളിക്കുമ്പോ ഓടിച്ചെന്ന് ഫോൺ എടുക്കണ്, ചോടനും മിണ്ടണ്. ആ മൂലക്കത് ഇവിടെ വന്നു നിന്നിട്ട് നിങ്ങൾ വീഡിയോ കോൾ എടുത്തിട്ട് പറയടി പിടിക്കണേ എന്താ കൊഞ്ചലും കൊഴിലും ഉമ്മോടുക്കണേക്കെ ഞാൻ കണ്ട്. നിങ്ങളുടെ ഫോണിൽ സുജാത വിളിക്കല് ഞാൻ കാണുന്നുണ്ട്. ഇങ്ങനെ ചതിക്കാൻ പാടില്ല ചേട്ടാ. എന്നെ എന്നും പൊട്ടിയാക്കാൻ നിങ്ങൾ വിചാരിക്കും.
ദീപ്തി എന്നെ തൊടലെന്ന് പറഞ്ഞില്ലേ? അതെ, ആ, ഈ ഫോൺ ചെയ്യുന്ന സുനിത എന്റെ ആരാ? നിങ്ങളുടെ ഭാര്യ. നീ എന്റെ ആരാ? നിങ്ങളുടെ കാലൊടിഞ്ഞപ്പോ നോക്കാൻ ചേച്ചി കൊണ്ട് നിർത്തിയ സ്ത്രീ. അപ്പൊ ആ വ്യത്യാസം കാണത്തില്ലേ? ആ, അവള് ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നുണ്ട്, അതുകൊണ്ടല്ലേ നമ്മൾ 3 നേരം കഴിക്കുന്നത്. ആ, അപ്പൊ അവളുടെ ഫോൺ നമ്മൾ എടുക്കണ്ടേ? ആ. അപ്പൊ അവളെ കുറ്റം കോള് വരുന്നു എന്റെ അമ്മോ സുനിത. ഞാൻ എടുക്കൂല. നീ എവിടെ? ഞാൻ എടുക്കൂല. എന്നെ 1 മാസം ഒന്നും പറഞ്ഞെടുത്തിട്ട് ഇപ്പൊ മാസം 3 ആയി എടുക്കണം. ഞാൻ ഇവിടെ എടുക്കണമെന്ന് പറഞ്ഞു. അത് മതി, പോണത് എടുക്ക്. എന്റെ ദൈവമേ, എന്തോ ചെയ്യൂ. ഹലോ സതീഷേട്ടാ, എവിടെയാ? ഞാൻ വീട്ടിലുണ്ട് മോളെ, വീട്ടിലുണ്ട്. എങ്ങനെയുണ്ട് കാലിപ്പോ? ആരുടെ കാല്? എന്ത് കാല് പ്ലാസ്റ്റർ ഇട്ടിരിക്കുക. 3 മാസോ? 1 മാസം മതി എന്നല്ലേ അന്ന് പറഞ്ഞത്? ഒരു ഡോക്ടർ പറഞ്ഞു. ഏത് ഡോക്ടർ പറഞ്ഞേ? ഡോക്ടർ ഫ്ലെമിംഗൻ. എന്ത്? എനിക്ക് ഏതൊക്കെ ഡോക്ടറെ അറിയാ. ആ പെങ്കുച്ചു പോയായിരുന്നു അപ്പോ? വന്ന ഒരാഴ്ച കഴിഞ്ഞപ്പോ തന്നെ ഞാൻ പറഞ്ഞു, എന്ത് പറ്റി? കൊള്ളത്തില്ല അവളെ, അഴുക്കപ്പെണ്ണ്. വീഡിയോ കോൾ ഒന്ന് വന്നേ. എന്താ? ഒന്ന് വീഡിയോ കോൾ ചെയ്ത് സതീഷേട്ടാ. വീടൊക്കെ ഒന്ന് ചുറ്റി കാണിച്ചേ. എന്തോ നമ്മുടെ വീടൊക്കെ ഒന്ന് ചുറ്റി കാണിക്കാൻ എത്ര നാളായി. ഇതെന്തേ തലയിട്ട് കുളിക്കണേ? തലയിട്ട് കുളിക്കാനല്ല, നമ്മുടെ വീടൊക്കെ ഒന്ന് കാണിക്കാം. കണ്ട എന്തായി കാണിക്കണേ? നമ്മുടെ വീടൊക്കെ ചുറ്റി കണ്ടില്ലേ? നമ്മുടെ കണ്ടേ? കസേര ഇവിടെ മാറ്റിട്ടോ? മാറ്റിയിട്ട് അങ്ങോട്ട് മാറ്റിയോ? ആ സതീഷേട്ടാ, ഫ്രണ്ട് ക്യാമറ ഒന്ന് ഓണാക്കിയേ. ഫ്രണ്ട് ക്യാമറ ഒന്ന് ഓണാക്കാൻ. ഫ്രണ്ട് ക്യാം കണ്ടാ? നമ്മുടെ ബെഡ്റൂം കാണിക്കണോ? വേണ്ട, വൃത്തിയാക്കി വെച്ചാൽ മതിയല്ല. ഓക്കെ, വരുമ്പോ അതുപോലെ തന്നെ കാണണം. ആ ശരി എന്നാ മരുന്നൊക്കെ കഴിക്കണം കേട്ടോ. ഓക്കെ ബൈ. അമ്മ എന്തൊരു സാധനം ചേട്ടാ, എന്ത് പെണ്ണുപിള്ളേടത്. ഒടുക്കത്തെ സംശയമാണ് നിങ്ങൾ എങ്ങനെയെ കൂടി പൊറുക്കണത്. ദൈവമേ, മക്കളും വിഷമിച്ചു പോയി വെറുതെ. നീ ഒരു ചായ എടുത്തുണ്ടോ? ചായേ? എന്റെ ഉയിരെല്ലാം പോയി. ചായ കൊണ്ടുവരാ. ഇങ്ങനെ 10 കോള് വന്നാ മതി. ആ പരലോകത്തേക്ക്. ഹലോ, ഒരു സെക്കൻഡ്. 10 ലക്ഷം അളിയാ. അല്ലേ കോളിലേ, ഒരു സെക്കൻഡ്. എടാ, 10 ലക്ഷത്തിന് പകരം നീ 8 ലക്ഷം തരാന്ന് പറഞ്ഞാൽ പിന്നെ അതെങ്ങനെ ശരിയാവും? 2 ലക്ഷം അങ്ങ് പോട്ടെന്നാ. ഇത് എന്താണ് ഇത്? ആ പാട്ട് നീ 8 ലക്ഷം ഞായ്ക്ക്. അത് അവന് കൊടുത്തത് 12 ലക്ഷം അല്ലേ? ആ 12 ലക്ഷമാണ്. അതിലും 2 ലക്ഷം രൂപ. ഒരു സെക്കൻഡ്, അതിലും 2 ലക്ഷം രൂപ പോയി. കുഴപ്പമില്ല, ഞാൻ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. നീ ഇപ്പോൾ ഒരു കാര്യം ചെയ്യും, തൽക്കാലം 8 ലക്ഷം രൂപ ഇങ്ങനെ അയക്ക്. അതുപോലെ അല്ലറ ചില്ലറ കുഞ്ഞ് ചിലവുണ്ട്, അതിൻ്റെയാണ്. ആ കുഴപ്പമില്ല, അയച്ചേരെ. ഓക്കെ എന്നാ. അളിയാ, ഞങ്ങളുടെ ലക്ഷങ്ങളുടെ ബിസിനസ് അളിയാ. നിസാരമല്ലേ? അളി എന്നെ കൂടെ എനിക്ക് കൂടെ ലക്ഷങ്ങൾ കിട്ടണോ? എന്നെ കൂടെ പഠിപ്പിക്കലിയാ. വലിയ കാര്യമൊന്നുമില്ല. ഫോൺ ഇങ്ങനെ എടുക്കുക, ഓൺ പോലും ചെയ്യരുത്. എന്നിട്ട് ഞാൻ ചെവിയിലേക്ക് വെക്കണം. 15 ലക്ഷം അളിയാ, അയച്ചേരെ. ഞാൻ വേണമെങ്കിൽ 2 ലക്ഷം രൂപ ഇന്നേ തന്നേക്കാം. ഗൂഗിൾ പേ ഉണ്ട്, ഇട്ടേരെ. ഇത്രേ ഉള്ളൂ. ഫോണെടുത്ത് ഓൺ ചെയ്യല്ലേ? ചെവിയിൽ വെച്ചു സംസാരിച്ചു. ഹലോ, ഷെയർ മാർക്കറ്റിൽ നിന്ന് കിട്ടിയ 1.5 ലക്ഷം രൂപയല്ലേ? 1.5 കോടിയാണല്ലോ. അപ്പൊ എനിക്ക് വേണ്ട 80 ലക്ഷം രൂപ ഏതാണ്ട്. ഞാനിത് അല്ലേ, ഒരു സെക്കൻഡ്. 80 ലക്ഷമാണല്ലോ എനിക്ക് അതിനകത്ത് കിട്ടിയ പ്രോഫിറ്റ്. അതെന്റെ അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞു. പുതിയൊരു പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഞാൻ 2 CR ഇടുന്നത്. നീ 1 CR ഇടണം. അളിയാ, ഇത് കൊള്ളാവണം. എന്തൊരു സുഖം. എങ്ങനെ ഒരു രസമല്ലേ? തള്ളി മറിച്ചപ്പോ ഭയങ്കര സുഖം. ഇതാണ് തള്ളിന്റെ ഒരു പ്രത്യേകത. അല്ല, അളിയനിപ്പോ തള്ളി കയറിക്കൊണ്ടിരിക്കുന്നു. അത് പറഞ്ഞപ്പോണ്. വാ, പിന്നെ കാര്യങ്ങളൊക്കെ എങ്ങനെ? സുനിത വിളിച്ചപ്പം കോൾ എടുത്തില്ല അളിയാ? ആര് പറഞ്ഞ? അവൾ എന്നെ വിളിച്ചപ്പം പറഞ്ഞായിരുന്നല്ലോ, മുമ്പ് ഒരു ദിവസം വിളിച്ചപ്പം പറഞ്ഞായിരുന്നല്ലോ. ഇല്ല, സുനിത വിളിച്ചു. ഞാൻ ഇപ്പൊ എല്ലായിടവും കൊണ്ട് കാണിച്ചിങ്ങനെ കൊടുത്തതേ ഉള്ളൂ. എന്റെ അമ്മ എല്ലായിടവും കാണിച്ചു കൊടുത്തു. ഒരു കുഴപ്പമില്ലല്ലോ. ഞാൻ എടുക്കും. സുനിത വിളിച്ച വേറെ കാര്യം പറഞ്ഞായിരുന്നല്ലോ. പറഞ്ഞു അളിയൻ അവിടെ ഒരു പെണ്ണ് നോക്കി വെച്ചിട്ടുണ്ട് വിദേശത്ത്. ആ പെണ്ണെ കെട്ടത്തില്ലെന്ന് അളിയൻ പറഞ്ഞു. ശരിയാവത്തില്ല. അത് കാര്യം ശരിയാവത്തില്ല. കാര്യം തന്നെ അളിയാ, അവള് വിദേശത്താണ്. എന്തായാലും കല്യാണം കഴിഞ്ഞിട്ട് അവൾ അങ്ങ് ജോലിക്ക് പോകും. ഞാൻ ഇവിടെ കിടക്കും. അവർക്ക് ആൾക്കാർ പറയും, പെണ്ണും പിള്ളേരെ ചെലവിൽ നമ്മൾ നിന്ന് കുടിച്ച് കിടക്കണം, ഇവന് വല്ല ജോലിക്കും കുലിക്കും കൂടിയടാ എന്ന് എന്തിന് വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിക്കുന്നത്? അതുകൊണ്ട് എനിക്ക് ശരിയാവത്തില്ല. അല്ല, ഞാൻ അളിയനല്ല കേട്ടോ. അളിയനെ ഞാൻ പറയത്തില്ല. അളിയൻ എന്റെ അളിയനല്ലേ? സംഭവം എന്റെ പെങ്ങള് കഷ്ടപ്പെട്ട് അളിയൻ ഒന്നും ജോലിക്കൊന്നും പോവാതെ ഓസിനെ തിന്ന് കുടിച്ച് കിടക്കണേന്ന് അറിയാം. പക്ഷെ എന്നാലും ഞാനത് പറയൂല. മനസ്സിലായില്ലേ?
ഞാൻ അളിയനല്ല പറഞ്ഞത്, തെറ്റിദ്ധരിക്കരുത്. മനസ്സിലായളിയാ. അത് ഇനിയെങ്കിലും മനസ്സിലാക്കിയാ കൊള്ളാം. അളിയൻ രാവിലെ ഒന്നും കഴിച്ചില്ലേ? 2 പഴത്തിന്റെ പുറത്താളിയാ നിൽക്കുന്നേ. തെന്നി വീണില്ലേ? തെന്നി വീണില്ലേ? അല്ല, പഴത്തിന്റെ പുറത്ത് കയറി ഇന്നു പറഞ്ഞോണ്ട് ചോദിച്ചേ. അളിയ 2 പഴം കഴിച്ചിട്ടാ, വെറും വയറ്റിൽ 2 പഴം കഴിച്ചിട്ടാ നിൽക്കുന്നേ. അളിയാ, മത്തി കഴിക്കൂ. ചെറുമീനുകളൊക്കെ കഴിക്കും. എന്തോന്ന്? അല്ല, മത്തിക്ക് പിന്നെ വയറും വായൂല്ലേ, അത് പിന്നെ അല്ല, മത്തി അങ്ങനല്ല, മത്തി പൊരിച്ചത് കഴിക്കൂലേ? മത്തി പൊരിച്ചാ പിന്നെ കഴിക്കത്തില്ലേ? മത്തി പൊരിച്ചും കൂടി ഒരു ഊണം അങ്ങോട്ട് പിടിക്കുന്നതിനെ എന്താ അഭിപ്രായം? സൂപ്പർ ആയിരിക്കും. ഞാൻ കഴിച്ചിട്ട് അളിയും പിടിക്കണേ. അതെന്താ പരിപാടി? ഞാൻ വെച്ചേക്കണെന്ന് പറഞ്ഞിട്ട് ഞാനൊന്നും കഴിച്ചു. ഇവിടെ ഒന്നും വെച്ചില്ലെന്ന്. ഇവിടെ ഒന്നും വെച്ചില്ലേ? ഇല്ല. അളിയ ഇവിടെ ഒരു പെങ്കൊച്ചുണ്ടായിരുന്നല്ലോ. അത് നേരത്തെ, ഇപ്പോഴല്ലല്ലോ. 2 മാസം മുമ്പേ പറഞ്ഞു വിട്ടായിരുന്നു. വിട്ടായിരുന്നു? പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോ അഴുക്കപ്പെണ്ണു ശരിയാവത്തില്ല. ഞാൻ പറഞ്ഞു വിട്ടായിരുന്നു. അതെങ്ങനെ ശരിയാവും? എന്താ? ഞാൻ അവിടെ നിന്ന് ഓട്ടോ വിളിച്ച് ഇങ്ങോട്ട് വന്നപ്പോഴേ ഇവിടെ ഒരു പെങ്കൊച്ച് ഇങ്ങനെ അകത്തോട്ട് കയറി പോണുണ്ടല്ലോ. അളിയാൻ ഓട്ടോയ്ക്ക് വന്നപ്പോ ഇവിടുന്ന് ഒരു പെങ്കൊച്ച് അങ്ങോട്ട് കയറി പോന്ന കണ്ടെന്ന്? ഞാൻ കണ്ടളിയാ. ഇവിടുന്ന് കയറി പോകുന്നത് അളിയൻ കണ്ടുന്ന്? എന്റെ പൊന്നളിയാ, ഇവിടുന്ന് ഒരു പെങ്കൊച്ച് അകത്തോട്ട് കയറി പോണ ഞാൻ കണ്ടെന്ന്. ശരിയാണോ? എന്റെ പൊന്നെ, ഞാൻ കണ്ടു. സുകുമാരാ, സുകുമാരൻ അല്ല, അങ്ങനെ കണ്ടു എന്ന് പറഞ്ഞാൽ അത് ശരിയായിരിക്കും. അതല്ലേ ഞാനും പറഞ്ഞത്. അല്ല, പിന്നെ ഇവിടെ പലരും എന്നോട് പറഞ്ഞു, അളിയ ഇവിടെ നേരത്തെ താമസിച്ചിരുന്ന മാഷും കുടുംബമില്ലേ, ആ ഭാര്യ തൂങ്ങി മരിച്ചില്ലേ? എന്റെ സുഹൃത്തുക്കൾ പറഞ്ഞു, അളിയ ഇങ്ങനൊരു പ്രശ്നമുണ്ട്, പലയിടത്തും കാണുന്നുണ്ട്. അയൽക്കാർ പറഞ്ഞു. ഞാൻ വിശ്വസിച്ചില്ല. പക്ഷെ ഇപ്പൊ അളിയൻ ഇവിടുന്ന് അങ്ങോട്ട് കയറി പോകുന്നതാണോ കണ്ടത്? എന്റെ പൊന്നളിയ, ഇവിടുന്ന് അങ്ങോട്ട് കയറി പോണം ഞാൻ കണ്ടു. ഞാൻ അപ്പൊ അളിയൻ അവിടെ അത് കറക്റ്റ് ആയിരിക്കും. അതെന്താ അങ്ങനെ പറയാ? അപ്പൊ ആ സ്ത്രീ ഇവിടെ ഉണ്ട്, അത് യക്ഷിയാണ്. ഈ ചുമ്മാ അത് പറയരുത്. അല്ലളിയാ, എന്താ? ചിലർക്ക് ഇത് കാണാം. അപ്പൊ എനിക്ക് കാണാൻ പറ്റും. അളിയന്റെ നാളെന്തുവാ? ചില നാളുകാർക്ക് കാണാൻ പറ്റും. എന്റെ നാളെ തിരുവോണത്തിന് കാണാൻ പറ്റും. അപ്പൊ അളിയന് കാണാൻ പറ്റും. ഞാൻ ഔട്ടോ അല്ല, ഉത്രാടം ജസ്റ്റ് മിസ്. ഒരു വ്യത്യാസം ഉണ്ടല്ലോ, ഉത്രാടത്തിന് കാണാൻ പറ്റത്തില്ല. ഉറപ്പാണെന്ന്. അതുകൊണ്ട് ഞാൻ അതെ, അളിയൻ ഇവിടെ ഉണ്ട്, ഇങ്ങോട്ട് വരല്ലേ? അങ്ങനെ ഉപദ്രവിക്കാൻ യക്ഷി വരല്ലേ എന്ന്. ഉപദ്രവിക്കൊക്കെ ചെയ്യും. ലക്ഷ്യമില്ലാത്ത യക്ഷി. ഉപദ്രവം തുടങ്ങി. എന്തുകൊണ്ടാ ഉപദ്രവം തുടങ്ങിയത്? അളിയന്റെ നാളൊക്കെ മനസ്സിലായി. അളിയൻ ഇതൊന്നും കാണാനും പറ്റുന്നില്ല. അളിയൻ ഒരു കുഴപ്പമില്ല. ഞാൻ 2 അടിച്ചിട്ട് കിടന്ന് ബോധമില്ല കിടന്ന് ഉറങ്ങുമല്ലോ. 2 അടിച്ച കുഴപ്പമില്ല. അപ്പൊ 2 എനിക്ക് അത് തീർന്നു. ഞാൻ ഇന്ന് കുപ്പി കുടിച്ച് തീർന്നില്ല. അപ്പൊ 2 അടിക്കാൻ എന്താ ഒരു വഴി? കാര്യം ചെയ്യും, അളിയൻ പിടിച്ച് 2 മാച്ചോണ്ട് പോയിട്ടോ. എല്ലാം ഒറ്റയ്ക്ക് പോവല്ലേ? അത് ശരിയാകുന്നില്ല, പൊളിഞ്ഞു പോയി. തിരുവോണം നാളെന്ന് പറഞ്ഞിട്ട് ടെൻഷൻ. ഇതിപ്പോ എന്തോ ചെയ്യും എന്താണെന്നറിയാവോ? പേടിച്ചിട്ടേ തൊണ്ട വരണ്ടിട്ട് വെള്ളം കുടിക്കാനുള്ള ഒരു പേടിച്ചു കഴിഞ്ഞാൽ ആരായാലും ഒരു ചായ കുടിക്കാൻ അങ്ങനെ തോന്നുന്നു. നല്ല സമയത്ത് തന്നെ ഇപ്പൊ ഞാൻ വിചാരിച്ചുള്ളൂ ഒരു ചായ കുടിക്കണമെന്ന്. താങ്ക് യു നിങ്ങളെ, താങ്ക് യു കേട്ടോ. അച്ഛൻ, നമ്മളെ ഒരു ചായ കുടിക്കണമെന്ന് വിചാരിക്കുമ്പോ നമ്മളത് കുടിക്കണം. നേരത്തെ ഞാൻ ഇവിടെ കണ്ടെന്ന് പറഞ്ഞില്ലേ, അവൾ ഇപ്പൊ ഇവിടെ വന്നിട്ട് പോയി. എവിടെ? ഇപ്പൊ ഇവിടെ ചായ കൊണ്ടുവന്നാ കണ്ട? എനിക്ക് വേണ്ട. അയ്യോ അളിയാ, ഉണ്ട്. എനിക്കിപ്പോ വിശ്വാസമായി. അളിയാ, ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ആളുണ്ട്. എനിക്ക് ചില ആൾക്കാരെ, ഈ താടി വെച്ച ആൾക്കാരെ യക്ഷിക്ക് അത്ര പിടിക്കത്തില്ല. താടി വെച്ചവരെ ഉപദ്രവിക്കും. കാര്യം കേട്ടിട്ടില്ലേ, താടി വെച്ചനെ പേടിയുള്ളൂ, താടി വെച്ച അപ്പനെ പേടിയുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ടളിയാ. ഷേവ് സെറ്റ് ഉണ്ടോ? ഷേവിംഗ് സെറ്റ് ഇവിടെ ഇല്ല. എന്നാ പിന്നെ ഞാൻ പോയി ഷേവ് ചെയ്തിട്ടൊന്നല്ലോ. അത് നല്ലതാണ്. അളിയൻ പോയി ഷേവ് ചെയ്തിട്ട് കുറെ സമയം കിട്ടില്ല. അയ്യോ, ഇന്ന് കട മുടക്കമാണല്ലോ, ചൊവ്വാഴ്ചയായിട്ട്. അല്ലല്ലേ, ഇന്ന് ചൊവ്വാഴ്ചയല്ലേ? അപ്പൊ ഇന്ന് കട തുറക്കത്തില്ല, പിന്നെ എങ്ങനെ ഷേവ് ചെയ്യും? ഒരു തരത്തിലും അതാണ്, ഒരു തരത്തിൽ എന്നെ ഷേവ് ചെയ്യാൻ സമ്മതിക്കത്തില്ല. ഒരു കാര്യം ചെയ്യാം. അത് മാത്രമല്ല, ഞാനിപ്പോ ഇവിടെ നിന്ന് ഒറ്റയ്ക്ക് രക്ഷപ്പെട്ട് പോയാലേ നിങ്ങൾ ഇവിടെ കിടന്ന് പുഴുക്കും. അത് മാത്രമല്ല, വേറൊരു കാര്യം കൂടെ ഉണ്ട്. എന്താ? ഈ പെങ്ങൾ എന്നെ വിളിച്ചു പറയും, എന്റെ ഭർത്താവിനോട് നീ ഒറ്റയ്ക്ക് കൊടുത്തിട്ട് നീ രക്ഷപ്പെട്ടാടാന്ന് ചോദിക്കും. അതുകൊണ്ട് അളിയന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകാതെ ഞാൻ ഇവിടെ നിന്ന് പോകത്തില്ല. എന്റെ പുക കണ്ടേ അടങ്ങും. യക്ഷി എവിടെ? യക്ഷികളിയാ എവിടെ? അളിയാ, കപ്പെടുത്തോണ്ട് പോണളിയാ. എവിടെ? അങ്ങോട്ട് നോക്ക്. ശരി, ഒരു കപ്പ് പോകുന്നുണ്ട്. കപ്പല്ല, ഒരു ആളും കൂടെ ഉണ്ട്. അങ്ങോട്ട് നോക്ക്. അളിയാ, പെണ്ണ് പോണെന്ന് എനിക്ക് കാണാൻ പറ്റുന്നില്ലടാ. പോത്തെ കാണാൻ പറ്റുന്നില്ലേ? അയ്യോ, അപ്പൊ ഇത് വിഷയമാണ് അളിയാ. ഞാൻ പറഞ്ഞില്ലയോ, ഇത് വിഷയമാണ്. മേപ്പാടനെ വിളിക്കാം. എന്തെങ്കിലും രക്ഷിക്കുന്നതിന് ഉടനെ മേപ്പാടിനെ എടുത്തോട്ട് പോന്നെ. പിന്നെ കീഴ്പ്പാടനെ വിളിക്കാം. ആരെങ്കിലും വിളിക്കണം. ഒരു മന്ത്രവാദി വിളിക്കാം. എനിക്കറിയാവുന്നൊരു മന്ത്രവാദി ഉണ്ട്. ആരാത്? പണ്ട് ഗുണ്ടായിരുന്നു, ഇപ്പൊ ഭയങ്കര മന്ത്രവാദിയാ. ഈ പുള്ളിയാണെന്നുണ്ടെങ്കിൽ യക്ഷികളെ കണ്ടു കഴിഞ്ഞാൽ ആണിയെടുത്ത് തലയിലെടുത്ത് ഇങ്ങനെ അടിക്കുന്ന സംഭവം ഇല്ല. പിന്നെന്തുവാ? കമ്പിപ്പാരെടുത്ത് തലയടിച്ചങ്ങ് പൊട്ടിക്കും. അത്രയും വേണോ? പിന്നെ പിന്നെ യക്ഷിയെ കൊന്ന എവിടെ നിന്ന് ജയിലിപ്പം. പിന്നെ അവന്റെ ഏറ്റവും വലിയ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തീ ഇങ്ങനെ ഇടും. ഈ ഇട്ടിട്ട് ഈ യക്ഷിയെ പിടിച്ച് അതിനകത്തിട്ട് ചൂടും. ഈ യക്ഷിയെ കാണുമ്പോ അവന് ചെറിയ ഭ്രാന്തൊക്കെ ഉണ്ട്. അത് മാത്രമല്ല, ഈ എന്റെ കണ്ണി കണ്ട യക്ഷിയെ 2 ആറ്റ് വലിച്ചു കയറി ഞാൻ അടുപ്പിനകത്ത് വെച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകത്തുള്ളൂ. മനസ്സിലായ? അല്ലെങ്കിൽ ഞാൻ പെങ്ങൾ എന്നെ
അപ്പൊ എന്നെ കൊലക്ക് കൊടുക്കാനുള്ള പരിപാടി ആയിരുന്നല്ലേ? നീ എന്നെ കൊലക്ക് കൊടുത്തത്. യക്ഷിയൊന്ന് നിന്നേ. യക്ഷിയാറ്റ് വന്നാൽ യക്ഷിയാറ്റ് തന്നെ നിൽക്കണം, അല്ലാതെ വീട്ടുകാരത്തിയായിട്ട് കയറി അങ്ങ് നിൽക്കരുത് കേട്ടോ. ഈ പരിസരത്തെങ്ങാൻ ഇനി മേലെ കണ്ട മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും. എന്റെ പൊന്നു കൂടപ്പുറപ്പേ, ചോറ്റാനിക്കര അമ്മ സത്യം, ഞാൻ ഇനി ഈ ഏരിയ വരൂല. അപ്പോ ഈ യക്ഷി നമ്മളെ പള്ളുരുത്തി ഭാഗത്തുള്ളതാണ്. എങ്ങനെ പിടി കിട്ടി? ആ ചോറ്റാനിക്കര അമ്മയിൽ ഞാൻ ഇനി പോയി പൊന്നളിയ യക്ഷി കോപ്പെന്നൊക്കെ പറഞ്ഞോണ്ട് നിന്നെ ഞാൻ ഒന്നും ചെയ്യാത്ത എന്താണെന്നറിയാവോ? ചെയ്തോണ്ടിരിക്കുകയാണല്ലോ. വേനളി കയറ്റി കൊന്നോളാം ഞാൻ. എടാ നീ എന്റെ അളിയനായിപ്പോയി, എന്റെ പെങ്ങളെ ഭർത്താവ്, മനസ്സിലായ? എന്റെ ടിക്കറ്റും കാര്യങ്ങളും എല്ലാം വിസ എല്ലാം അയച്ചിട്ടുണ്ട് പെങ്ങള്. നിന്നെ ഞാൻ എയർപോർട്ടിൽ കൊണ്ടാക്കിയിട്ടേ ഞാൻ പോകത്തുള്ളൂ. റസീദ് വാ, പോ ചെല്ല്. പോയേ പറ്റുമല്ലേ? ഓ എന്നാ അളിയന് ഒരു നോട്ടെ എല്ലാം കൊണ്ട് ഒപ്പിച്ച് വെച്ചിട്ട് യക്ഷി പ്രേതം, അതും ഈ 2026 അതും എന്നോട് പേടിപ്പിക്കാനേ. ഞാനല്ലേ പേടിപ്പിക്കുന്നത്. ചേട്ടാ ചായ. താങ്ക് യു.